കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ നായകനായിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. തമിഴ്നാട്ടിൽ വിക്രത്തിന്, അതോടൊപ്പം അങ്ങ് നോർത്ത് ഇന്ത്യയിൽ സിക്കന്ദർ എന്ന് പറയുന്ന സൽമാൻ ഖാൻ ചിത്രത്തിനെ അടിച്ചു തൂക്കിയാണ് ഇപ്പോൾ ലാലേട്ടൻ നായകനടുത്ത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നേറുന്നു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ AR മുരുകദോസിന്റെ ഡയറക്ഷനിൽ എത്തുന്ന ചിത്രമാണ്. ചിത്രത്തിൽ സൽമാൻ ഖാനും രശ്മിക മന്ദാനും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രം വലിയ ഹൈപ്പോടെയാണ് അവിടുത്തെ തിയേറ്ററിലോട്ട് എത്തുന്നതെങ്കിലും എമ്പുരാൻ ലഭിച്ച യാതൊരുവിധ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനും അല്ലെങ്കിൽ യാതൊരുവിധ പ്രീസെയിൽ കളക്ഷനും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ലാലേട്ടൻ ചിത്രം എമ്പുരാൻ അങ്ങ് നോർത്ത് ഇന്ത്യയിലും തരംഗമായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൽമാൻ ഖാൻ ചിത്രത്തിനെ പോലും അടിച്ചു തൂക്കി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ വളർച്ച കണ്ട് കണ്ണു തള്ളി പോവുകയാണ്. ബോളിവുഡും അതോടൊപ്പം തന്നെ ടോളിവുഡും കോളിവുഡും എല്ലാം തന്നെ എന്തൊക്കെയാണ് മലയാള സിനിമ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത വലിയൊരു ഗ്രാൻഡ് റിലീസായിട്ടാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോകുമ്പോൾ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ടം 50 കോടി കടക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് കാത്തിരിക്കുക. മലയാള സിനിമ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് കളക്ഷൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യം സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് നാളെ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.